ഗുഡ് മോർണിംഗ്. അപ്പം തന്നൊക്കെ മുട്ടൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടീ ബാഗും ഷുഗറും വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ മുട്ട ബോയിൽ ചെയ്യാം. ഷാനും പൊന്നും ഞാനും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് തന്നൊക്ക. അവരിതാ ഓരോ ലൊക്കേഷൻ നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിസാമി സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് പൊന്നൂനൊരു ലെഗിങ്സ് വേണം, ഐ മീൻ ടൈറ്റ്സ് വേണം. അതിന് വേണ്ടിയിട്ട് പൊന്നു എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങുക. ഇത് ആക്ച്വലി നമ്മൾ ഇന്നലെ വന്ന സ്ഥലം തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടെ ഈ ഒരു നിസാമി സ്ട്രീറ്റിൽ. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കുക. നമ്മൾ ഇന്നലെ ഈവനിങ് വന്നു, ഇന്ന് മോർണിംഗ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് ഷാന് പോകുന്നത്? Ishri Shahar. Ishri Shahar. Ishri Shahar. It means a town in a town. Okay, town in a town. Old town. Old town. Shahar. Shahar is India. അപ്പോൾ ഇതാണ് നമ്മൾ ഷാനു പറഞ്ഞ സ്ഥലം. ഷാനു ഇപ്പോൾ ഇങ്ങനെ ക്യാമറ വീഡിയോ എടുക്കാമല്ലോ. തന്നൂക്ക ഇപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാലോ. ഇതിന്റെ പേരാണ് ഷഹർക്ക ഷഹറ. എന്താ ഷാനു? Old city. ഓൾഡ് സിറ്റിയാണ്. ഇപ്പോൾ കാണുന്നതാണ് ഇഷരി ഷഹർ. അതായത് ഇറ്റ് ഈസ് ദ ഓൾഡ് സിറ്റി ഓഫ് ബാക്കു. നമുക്കിങ്ങനെ ഓൾഡ് ഹൗസസ്, പിന്നെ ഇങ്ങനെ നാരോ സ്ട്രീറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുമോ. ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ. Mahalla Mamuti. Valari Nanni. Kerala, da? Kerala. South India. Yeah, South India. Living too much for living for Dubai, UAE. Yeah. Deira 5 meter Kerala people. Yes. I'm from Dubai. Understand? I buy for Deira this. Deira, you go 5 meter. We are from Kerala. Full Kerala. Okay, thank Valari you. Nanni. Bye, Assalamualaikum. Mamuti Mohalla. Okay. And one pomegranate juice. Pomegranate juice. Okay. ഷാനു എങ്ങനെ ഉണ്ടായിരുന്നു ഷാനു ജ്യൂസ്? പൊന്നൂസ് നമ്മൾ ഏതോ ഇടവഴിയിൽ കൂടി പോവാം. അതൊക്കെയാ ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിന്. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ സാധാരണ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന പോലെ അകത്ത് അവിടെ സൂപ്പർ മാർക്കറ്റാ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലസിലാണ് കയറാൻ പോകുന്നത്. തന്നൂക്ക അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇതെന്താ പാലസ് ആണോ? പാലസിൽ നമ്മളെ ഇന്ത്യനൊക്കെ അടിച്ചു വെക്കാൻ ഒരാൾക്ക് പറ്റൂല. The Islamic Empire. മോസ്കോ. Residential building of the Shirvanshahs. Yes, that's autonomous. There will be roads in the future. Because we are planning to make peace treaty with Armenia. It will make a peace treaty with Armenia. Yes. അവിടെ വേറെയും വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒരു ഗൈഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കേട്ടത് ഇതൊക്കെ. ആക്ച്വലി ഇതാണ് പാലസ് ഓഫ് ദ ഷീർവാൻ ഷാസ്. അതായത് ദ പാലസ് ഈസ് മോർ ദാൻ 600 years ഓൾഡ്. പിന്നെ ഇവിടെ മെയിനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോർസ്, വിൻഡോസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ പാലസിൽ പോയാൽ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ, പണ്ട് ഇവിടെയല്ലേ ഈ ഒരു ലൈക്ക് കിങ് ക്യൂനൊക്കെ അവരൊക്കെ നിന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ.
അങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. സാന്തോൾ. Tomb of Saint Yahya Bakovi. ബൈ ബൈ അറിയിക്ക. നിങ്ങളെല്ലാം പോടും, നമ്മൾ വരുന്നില്ല. ഓഫീക്കോ, ഞാൻ വരുന്നില്ല. ഇതാണ് ടോംബ് ഓഫ് ബാക്കൂവി. അതായത് ദിസ് ടോംബ് ഈസ് അണ്ടർഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഗോ ഡൗൺ ടു സീ ഇറ്റ്. ബാക്കൂവി ആണെങ്കിൽ അറിയാൻ പറ്റിയത് ഹി വാസ് എ ഫേമസ് സ്കോളർ. ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് ദ ഷാം മോസ്. ഇവിടെ ആൾക്കാർ ഇപ്പോഴും നിസ്കാരമൊക്കെ നടക്കുന്ന പള്ളി തന്നെയാണിത്. അപ്പോൾ നമ്മൾ അതും കണ്ടിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് נדביק אותם. חצופה, ננסה. ആക്ച്വലി ഇവർ ഈ ഒരു ചപ്പാത്തി പോലത്തെ ഒരു റോൾ ഉണ്ടാക്കിയിട്ട് അത് പരത്തിയിട്ട് അതിൽ ചീസ്, പിന്നെ നമ്മുടെ മിൻറ്റ് ലീവ്സ്, പിന്നെ എന്തൊക്കെയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അവസാനം അവരിങ്ങനെ നമ്മൾ ചുട്ടെടുത്തിട്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തരാണ്. ഓക്കെ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല ടേസ്റ്റ്. എന്താ പേര് ഷാനോ? മീഡിയം ടവർ. മീഡിയം അല്ല, മെയ്ഡൻ. മെയ്ഡൻ ടവർ. ഞാൻ വെച്ചൊരു മീഡിയം സൈസല്ലേ ഇത്. അങ്ങനെ അടുത്ത ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് തന്നൂക്ക ഈ മെയ്ഡൻ ടവറിൻ്റെ. അപ്പോൾ ഈ ഒരു മെയ്ഡൻ ടവർ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പ്ലേസസ് ഇൻ ഇഷരി ഷെഹർ, അതായത് ഓൾഡ് ബാക്കു സിറ്റിയിലെ. അപ്പോൾ നമുക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇൻസൈഡ് പോയിട്ട് വി ക്യാൻ ക്ലൈംബ് ടു ടോപ്പ്. അതായത് നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് ദ ഹോൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഇവർ വെച്ചിട്ടുണ്ട്, നമുക്ക് സ്റ്റെയർസ് കയറി പോയാൽ മതി. അങ്ങനെ നമ്മൾ മേലെ കയറി. ഹായ് ഷാനു, പൊന്നുങ്ങൾ ടയർഡായിപ്പോയി. സോ ബാഡ്. ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങള്? അയ്യേ. നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നുണ്ട് ബാക്കു സിറ്റി. Hello, Mr. Tanvir. ഇതാ അങ്ങനെ നമ്മൾ ഇഷരി ഷെഹറിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് ബാക്കു ഫ്യൂണിക്കുലാർ. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ട്രെയിൻ. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ലേ അത്, പക്ഷേ അത് വർക്ക്സ് ലൈക്ക് എ ക്യാബിൾ കാർ. നമുക്ക് ഗോസ് അപ്പ് ദ ഹിൽ, മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇതിൽ സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മളിതിലേക്ക് കയറാണ്. ആക്ച്വലി ഇത് നമ്മൾ ഹോങ്കോങ്ങും ചൈനയിൽ നിന്നൊക്കെ ഇങ്ങനെ കയറിയിരുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് കയറാം. Actually, this ride is really fun. It takes only 3 to 5 minutes to reach the top. ഇപ്പോൾ നമുക്കിപ്പോൾ ടോപ്പിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാർട്ടേഴ്സ് ലെയിൻ, പിന്നെ ഫ്ലെയിം ടവർ, അത് നമുക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബാക്കു ഹോൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇല്യാസ് ഒഗ്ലു. എല്ലാം ഒഗ്ലു ഫാമിലി ആണല്ലോ. എല്ലാം ഇതൊരു ഒഗ്ലു ഫാമിലി ആണല്ലോ. Maybe it's not a family, maybe it's a reason of death. No, Bilal Oglu, that's the name. ആക്ച്വലി ഞാൻ വിചാരിച്ച ഒഗ്ലു മീൻസ് ഇങ്ങനെ സർനെയിം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എല്ലാ ഒഗ്ലു എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ സൺ ഓഫ്. നമ്മളിപ്പോൾ അറബിക്കിലൊക്കെ പറയില്ലേ ബിൻ എന്നെല്ലാം പറയുന്ന പോലെ, അതുപോലെ ഒഗ്ലു മീൻസ് സൺ ഓഫ്.
ഇത് 25 years. He was 25 years. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ലിറ്റിൽ വെനീസ് ഇൻ ബാക്കു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ അന്ന് ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിന്നെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇനി ഞങ്ങൾ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് ഹെയ്ദർ മോസ്ക് ഇൻ ബാക്കു. അതായത് ദിസ് ഈസ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ അസർബൈജാൻ. ഇതെപ്പോഴും ഓപ്പൺ ആയെന്ന് വെച്ചാൽ 2014 ആണ്. ഈ ഒരു പേരിപ്പോൾ ഹെയ്ദർ അലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോമർ പ്രസിഡൻ്റാണ് അസർബൈജാനിലെ. ഇവർ നമ്മളിറങ്ങിയ എയർപോർട്ട് ഓൾസോ ആ സെയിം നെയിം തന്നെയാണുള്ളത്, എയർപോർട്ടിൻ്റെ നെയിമും. അങ്ങനെ നമ്മൾ KFC കഴിച്ചു. KFC എങ്ങനെയുണ്ട്? പൊന്നു സാർ ഷാനു സാർ KFC എങ്ങനെയുണ്ട്? എന്താ ഒന്നും പറയാത്ത? ടയേർഡില്ല കഴിച്ചിട്ട്. തന്നുകാക്ക് മാത്രം പിസ്സ. ഏതാ അത് ഫ്ലേവർ? ചിക്കൻ പെപ്പറോണി. കഴിച്ചോ? നൈസ്. ഇത് കാണുമ്പോൾ പണ്ടത്തെ ഇന്ദ്രൻസിൻ്റെ ഇതാ ഓർമ്മ വരിക. ഇതൊക്കെയാണ് നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ. നാളെ നമ്മൾ ആക്ച്വലി ഷഹദാഗ് മോണ്ടയിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ മസലാമ.